നിലമ്പൂർ പോർക്കളത്തിൽ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ബി.ജെ.പി. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മുൻ നേതാവ് അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെയാണ് കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിച്ചത്. സ്ഥാനാർത്ഥിത്വത്തിന് പിന്നാലെ മോഹൻ ജോർജിനെ കേരള കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. ഇപ്പോൾ നമ്മോടൊപ്പം ശാന്തകുമാർ വെള്ളാലത്ത് ചേരുകയാണ്. ശാന്തകുമാർ, ഒടുവിൽ കഷ്ടപ്പെട്ട് ബി.ജെ.പിക്ക് ഒരു സ്ഥാനാർത്ഥിയെ കിട്ടിയിരിക്കുന്നു. താമരയോ കുടമോ എന്ന് ചോദിച്ചവർക്ക് താമര തന്നെയെന്ന് ബി.ജെ.പി. മറുപടി നൽകുകയാണ്. രുചിഷ്, അങ്ങനെ തന്നെയാണ്. ഏറെ കാത്തിരിപ്പിനൊടുവിലാണ് ഇപ്പോൾ ബി.ജെ.പിക്ക് ഒരു സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. കാരണം ബി.ജെ.പി. മത്സരരംഗത്തുണ്ടാകുമോ എന്നുള്ള സംശയം നിലനിന്നിരുന്നു. ബി.ജെ.പി. ആണോ ബി.ഡി.ജെ.എസ് ആണോ മത്സരിക്കുക എന്ന് പിന്നീട് അത്തരം പ്രചരണങ്ങൾ വന്നു. ബി.ഡി.ജെ.എസ് മത്സരരംഗത്ത് ഉണ്ടാവില്ല എന്ന് പിന്നീട് അറിയിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണ് ബി.ജെ.പിക്ക് ഒരു മത്സരിക്കേണ്ട ആവശ്യത്തിലേക്ക് എത്തിയത്. ഇല്ലെങ്കിൽ ഒരു ബി.ജെ.പിക്ക് സംസ്ഥാന പ്രസിഡന്റ്, പുതിയൊരു സംസ്ഥാന പ്രസിഡന്റ് വന്നിട്ട് ഒരു ആദ്യം നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് സ്ഥാനാർത്ഥി ഇല്ലാതാവുന്ന ഒരവസ്ഥ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് തന്നെ ഒരു അഭിഭാഷകനെ ഇപ്പോൾ ബി.ജെ.പി. കണ്ടെത്തിയിരിക്കുന്നത്. നാളെ തന്നെ അവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. വളരെ പെട്ടെന്നാണ് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ കാണുന്നത്. നേരത്തെ കേരള കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന ഒരു അഭിഭാഷകനാണ് അദ്ദേഹം. നേരത്തെ ഈ മേഖലയിൽ, നിലമ്പൂർ മേഖലയിൽ, മലപ്പുറം ജില്ലയിലെല്ലാം കേരള കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനുമായിരുന്നു. അത്തരത്തിലുള്ള ഒരാളെയാണ് ഇപ്പോൾ ബി.ജെ.പി. കണ്ടെത്തി ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. എന്തായാലും ബി.ജെ.പിയുടെ വോട്ടുകൾ നിലനിർത്തുക എന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം തന്നെയാണ്. ആ ആവശ്യത്തിന് ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. രുചീഷ്. ശരി ശാന്തകുമാർ, എന്തായാലും ഇടതും വലതും ബി.ജെ.പിയും ഒപ്പം അൻവറും ഒരുങ്ങുന്ന ഒരു ചതുഷ്കോണ പോരാട്ടത്തിന് നിലമ്പൂർ കാത്തിരിക്കുകയാണ്. ഇനി അടുത്ത ദിവസങ്ങളിൽ 19-ാം തീയതി വരെ കൊണ്ടുപിടിച്ച പ്രചാരണം തന്നെയായിരിക്കും ഉണ്ടാവുക. ആ കളത്തിലേക്ക് കൂടി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ മുന്നേറാം.